ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു ഞായറിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവങ്ങളാണ് തിരുവചനത്തിൽ നമ്മളിന്ന് വായിച്ചു കേൾക്കുക. എമ്മൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ച് സംസാരിച്ച് നടക്കുകയാണ്. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ തെല്ലൊരു ഭയമുണ്ട്. കാരണം കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ പറയുകയാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് ഇവർക്ക് നടന്നു നീങ്ങുവാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ തിടുക്കത്തിൽ ഇവർ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈശോയും യാത്ര ചെയ്യുകയാണ്. ഈശോ അവരുടെ കൂടെ നടന്നു. എന്നിട്ടും അവർക്ക് അത് യേശുവാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈശോ അവരോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്നാണ് കർത്താവിനോട് അവർ ചോദിക്കുന്നത്. അപ്പോൾ യേശു തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് അവർ ഈശോയോട് പറയുന്നത്, ഒരു അപരിചിതനോട് പോലെയാണ് പറയുന്നത്, നേരം അസ്തമിച്ചിരിക്കുന്നു, നമുക്ക് ഇവിടെ താമസിക്കാമെന്ന്, ഞങ്ങളുടെ കൂടെ താമസിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന അവസരത്തിലാണ് അവരെ വലിയൊരു തിരിച്ചറിവിലേക്ക് ഈശോ നയിക്കുന്നത്. അത് ഭക്ഷണമേശയിലെ തിരിച്ചറിവെന്ന് വേണം നമ്മളതിനെ വിളിക്കുവാനായിട്ട്. കാരണം ഈശോ അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിയപ്പോൾ വചനം എഴുതി വച്ചിരിക്കുന്നതാണ്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതുവരെ യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഹൃദയം അടയ്ക്കപ്പെട്ടിരുന്നു, അവരുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു, അവരുടെ ബുദ്ധി അടയ്ക്കപ്പെട്ടിരുന്നു. പക്ഷേ യേശു ഈ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് വിളമ്പിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടുകയാണ്. തുടർന്ന് അവർക്ക് മനസ്സിലായി അത് യേശുവാണെന്ന്. പക്ഷേ ആ സമയത്ത് യേശു അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനായി മാറി. അപ്പോഴവർ പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് അവൻ നമ്മളോട് വിശുദ്ധ ലിഖിതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടു, ഇതാണ് തിരിച്ചറിവ്, ഭക്ഷണമേശയിലെ തിരിച്ചറിവ്. ഭക്ഷണമേശയിൽ എത്തുമ്പോൾ അവർ തിരിച്ചറിയുകയാണ് അത് യേശുവാണെന്ന്. തീർച്ചയായിട്ടും ഓരോ ദിവ്യബലിയും നമ്മളെ തിരിച്ചറിവിലേക്ക് നമ്മൾ നയിക്കണം. അവിടെ ദൈവത്തിൻ്റെ വചനം മുറിക്കപ്പെടുന്ന ഇടമാണ് ദേവാലയം. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ തിരുശരീരം മുറിയപ്പെട്ട് നമ്മൾക്ക് അപ്പമായിട്ട്, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് നൽകുന്ന ഇടമാണ് ഓരോ അൽത്താരയും ഓരോ ദേവാലയങ്ങളും. അപ്പോൾ ഈ അപ്പം ഉൾക്കൊള്ളുമ്പോൾ, ഈ വിരുന്നുമേശയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശുവിനെ തിരിച്ചറിയുവാനായിട്ട്, യേശുവിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ഇല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ ജീവിത പങ്കാളി തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മക്കളെ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മാതാപിതാക്കളെ തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം നമ്മുടെ ഹൃദയം അന്ധമായി നിൽക്കുകയാണ്, നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ ഈ ഭക്ഷണമേശ എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടേണ്ട ഒരിടമാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇപ്പോൾ മിക്ക വീടുകളിൽ ഉണ്ടാവും ഒരു ഭക്ഷണമേശ. പല വീടുകൾ നമ്മൾ ചെല്ലുമ്പോൾ ആ ഭക്ഷണമേശയിൽ പൊടി പിടിച്ച്, കാരണം ആരും അത് ഉപയോഗിക്കുന്നില്ല. ഓരോരുത്തർ അവരുടെ റൂമിലൊക്കെ ഇരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമേശ ഒരു പേരിന് വേണ്ടി, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റി ഇടരുതെന്ന് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഭക്ഷണമേശയിൽ അത് ഒരുമയുടെ മേശയാണ്, പങ്കുവയ്ക്കലിൻ്റെ മേശയാണ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ഒത്തിരിയേറെ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും, പരസ്പര സംഭാഷണം ഉണ്ടാകും, പരസ്പരം ഓരോ ദിവസത്തെ അവരുടെ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഇടമാണ് ഈ ഭക്ഷണമേശ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അപ്പനെക്കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ടാവാം, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടാവും, എൻ്റെ മക്കളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. ഇല്ലെങ്കിൽ മറ്റു പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഭക്ഷണമേശ തിരിച്ചറിവിൻ്റെ ഒരു മേശയാണെന്ന് കർത്താവ് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ. നമ്മുടെ ഭവനങ്ങൾ ഒരു ദേവാലയമായി തീരട്ടെ. അവിടെ നമ്മൾ ഒരുമിച്ച് ഉള്ളത് എന്തുമാവട്ടെ, ഉള്ളത് പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടുകൂടെ ഭക്ഷിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ
വലിയ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാവും. എവിടെ സ്നേഹമുണ്ടോ, എവിടെ പരസ്പരം നന്മയുണ്ടോ, ക്ഷമയുണ്ടോ, അവിടെ എല്ലാം യേശുവിൻ്റെ മഹനീയമായ സാന്നിധ്യം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവണം. കുടുംബത്തിലെ ഭക്ഷണമേശ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ദേവാലയത്തിലേക്ക്, നമ്മുടെ വലിയ കുടുംബമായ ദേവാലയത്തിലേക്ക് നമ്മൾ എത്തുകയും അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ കൂടുതൽ തിരിച്ചറിവിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അപ്പോൾ ഈ എമ്മാവൂസ് അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. എമ്മാവൂസ് അനുഭവം അവിടെ എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് മാത്രം ഉണ്ടാവേണ്ട ഒരു അനുഭവമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട അനുഭവമാണ്. ഇത് തിരിച്ചറിവിൻ്റെ അനുഭവമായിരിക്കണം. എമ്മാവൂസ് അനുഭവം എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടലിൻ്റെ ഒരു അനുഭവമാണ്. അവർ തിരിച്ചറിഞ്ഞു, ഉടനെ അവർ തിരികെ ജെറുസലേമിലേക്ക് പോയിട്ട് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അനുഭവം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ വലിയ കുടുംബമായ ദേവാലയങ്ങൾ ഉണ്ടാകണം. യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ മേശയിൽ നിന്നും ഉണ്ടാകുന്ന തിരിച്ചറിവ്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നാം തന്നെ പരസ്പരം തിരിച്ചറിവുകളിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു നല്ല ഞായറാഴ്ചയോടെ എല്ലാവിധ നന്മകളും ഏറ്റവും ഹൃദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.